വെൽക്കം ടു NRI Well. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര തിരുവ ലോകത്ത് എന്ത് മാറ്റമുണ്ടാക്കും? പരസ്പര താരിഫുകൾ രാജ്യങ്ങൾക്കിടയിൽ ധ്രുവീകരണമുണ്ടാക്കിയേക്കും. മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ലോകം കാത്തിരിക്കുന്നത്? ഒന്ന്, വ്യാപാര സംഘർഷങ്ങൾ. താരിഫ് കാരണം വ്യാപാര തർക്കങ്ങൾ വർദ്ധിക്കുകയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുകയും ചെയ്യും. രാജ്യങ്ങൾ ഉയർന്ന താരിഫുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചേക്കാം. ഇത് സാമ്പത്തിക സംഘർഷത്തിന് കാരണമായേക്കും. രണ്ട്, സാമ്പത്തിക സഖ്യങ്ങൾ. വ്യാപാര താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ സഖ്യങ്ങൾ രൂപീകരിച്ചേക്കാം. ഇത് ആഗോള വ്യാപാര ശൃംഖലകളിൽ ഭിന്നതകൾ വർദ്ധിപ്പിക്കും. മൂന്ന്, വികസ്വര രാജ്യങ്ങളിലെ ആഘാതം. വികസ്വര രാജ്യങ്ങൾ പലപ്പോഴും വികസിത രാജ്യങ്ങളുമായി മത്സരിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നു. താരിഫുകൾ ഈ അസമത്വങ്ങൾ വർദ്ധിപ്പിക്കും. നാല്, ആഗോള വിതരണ ശൃംഖല തടസ്സം. പുതിയ താരിഫുകൾ അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തും. രാജ്യങ്ങളെ ആഭ്യന്തര ഉൽപാദനം കൂട്ടാനും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും നിർബന്ധിതരാകും. തായ്ലാൻഡിൽ ടൂറിസം മേഖല ഡിജിറ്റലാകുന്നു. ടൂറിസം രംഗത്ത് വൻ മാറ്റങ്ങളാണ് തായ്ലാൻഡ് കൊണ്ടുവരുന്നത്. വിസ ഇളവുകളും നിയമങ്ങളിൽ മാറ്റം വരുത്തിയും വരും സീസൺ പിടിക്കാൻ ഒരുങ്ങുകയാണ് തായ്ലാൻഡ്. മെയ് 1 മുതൽ ഡിജിറ്റൽ അറൈവൽ കാർഡ് നടപ്പിലാക്കും. പുതിയ സംവിധാനം പ്രവേശന നടപടിക്രമങ്ങൾ കൃത്യമാക്കുകയും പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുകയും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 3.5 കോടിയിലധികം സന്ദർശകരെത്തി. മുൻ വർഷത്തേക്കാൾ 26.27% വർധന. ഈ വർഷം ഇത് 4 കോടിയാകുമെന്നാണ് പ്രതീക്ഷ. അമേരിക്കയിൽ H1B വിസയുള്ള ജീവനക്കാരോട് രാജ്യം വിടരുതെന്ന US ടെക് കമ്പനികളുടെ നിർദ്ദേശം. രാജ്യത്തിന് പുറത്തേക്ക് പോയാൽ തിരിച്ച് അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിച്ചാലോ എന്ന ആശങ്കയാണ് ഈ നിർദ്ദേശത്തിന് പിന്നിൽ. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളിലെ അനിശ്ചിതത്വം തുടരുകയാണ്. പല ടെക്കുകളും സ്വദേശത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങൾ കൂടുതലും തിരിച്ചടിയാകുന്നത് ഇന്ത്യൻ ടെക്കുകൾക്കാണ്. H1B വിസ ഉടമകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ടെക്കുകളാണ്. ചൈന, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് രണ്ടാമത്. പ്രതിവർഷം 65,000 H1B വിസകൾക്കാണ് US അംഗീകാരം നൽകുന്നത്.
ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. മസ്കറ്റ് കണ്ണൂർ നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ച് ഇൻഡിഗോ. ഈ മാസം 20 മുതൽ 3 പ്രതിവാര സർവീസുകൾ ആരംഭിക്കും. പ്രവാസി മലയാളികൾക്ക് ഉപകാരപ്രദമാകും. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് കടലിനടിയിലൂടെ ട്രെയിൻ പദ്ധതി വരുന്നു. യാത്രാസമയം 2 മണിക്കൂർ. ട്രെയിൻ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. കുവൈറ്റിലെ മണി എക്സ്ചേഞ്ചുകളുടെ മേൽനോട്ടവും നിയന്ത്രണവും ഇനി സെൻട്രൽ ബാങ്കിനായിരിക്കും. അംഗീകരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും. നിലവിൽ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലായിരുന്നു എക്സ്ചേഞ്ചുകൾ. ദുബായിൽ ഡ്രൈവറില്ലാ ടാക്സികൾ സർവീസ് നടത്തുന്നതിന് കൂടുതൽ കമ്പനികൾ. ഊബർ, വി റൈഡ്, ചൈനീസ് കമ്പനി ബൈഡുവിന്റെ അപ്പോളോ ഗോ എന്നീ വാഹനങ്ങളാണ് ദുബായ് നിരത്തിൽ ഇറങ്ങുന്നത്. 2030 ആകുമ്പോഴേക്കും ദുബായിലെ ടാക്സികളിൽ 25% ഡ്രൈവറില്ലാ വാഹനങ്ങളാകും. കുവൈറ്റിൽ പുതിയ ഗതാഗത നിയമം ഈ മാസം 22-ന് നിലവിൽ വരും. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണം നടത്തി വരികയാണ് ആഭ്യന്തര മന്ത്രാലയം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. ചൈന എന്ന ചുവന്ന ഭൂമിയിലെ നീലാകാശവും പച്ചക്കടലും. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. യമദക്ഷി, ഭൂട്ടാന്റെ ദേശീയ വിഭവത്തെ പരിചയപ്പെടാം.